ഹായ് ഹലോ വെൽക്കം ടു മിൻഡ് PSC ദ റൈറ്റ് ഗൈഡൻസ്. അപ്പം നമ്മളെല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റ് OA LDC അങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് അല്ലെ. അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന്റെ എക്സാം. ഈ ഒരു LGS എക്സാമിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അല്ലെ. എന്താണ്? ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു എക്സാം ആണ്. ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന LGS എക്സാം നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പോലുള്ള LGS എക്സാം ആണ്. ബാക്കിയൊന്നും ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഈ സാധാ LGS ഒന്നും ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അത് ബാക്കി 10ാം ക്ലാസ് അങ്ങനെയുള്ള ഡിഗ്രി ഇല്ലാത്തവർക്കൊക്കെ ഒരു സുവർണ അവസരമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉടനെ തന്നെ ഒരു ഡിസംബറോടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് LGSന്റെ നോട്ടിഫിക്കേഷൻ. ഇപ്പൊ എല്ലാവരും ഓൾറെഡി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഒരു കാര്യത്തിനും ഒരു PSC എക്സാമിനും വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ പഠനം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല മാർക്ക് വാങ്ങിച്ച് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റുള്ളൂ. റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് എന്ത് വേണം? നമുക്ക് ജോലി വേണം അല്ലെ. ജോലി വേണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് ആ ഒരു ജോലി കിട്ടുന്ന ആ ഒരു റാങ്കിൽ എത്താൻ വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ ഗസറ്റ് ഡേറ്റ് പറയുന്നത് 15/12/2023 നമ്മുടെ കഴിഞ്ഞ LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 15/12/2023 അതിന്റെ കാറ്റഗറി നമ്പർ 535/2023 ആയിരുന്നു അതിന്റെ കാറ്റഗറി നമ്പർ. നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് LGSന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെ LGS നോട്ടിഫിക്കേഷൻ വരുന്നത്. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതുപോലെ നെയിം ഓഫ് പോസ്റ്റ് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷന്റെ സമയത്ത് സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 വരെ ആയിരുന്നു സ്കെയിൽ ഓഫ് പേ. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസി വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഡിസ്ട്രിക്ട് വൈസ് ആണ് അല്ലെ വേക്കൻസി. ഓരോ ജില്ലകളിലും എത്രത്തോളം ഒഴിവുകൾ വരുന്നു അതിനനുസരിച്ചായിരിക്കും നിയമനങ്ങൾ നടക്കുക. അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ ഓരോ ജില്ലയിലും ഒഴിവുകൾ എത്ര വരുന്നു അതിനനുസരിച്ചായിരിക്കും ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ നിയമനങ്ങൾ നടക്കുക. അപ്പൊ ഇതിൽ കിടക്കുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ്. അപ്പൊ നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമ്മുടെ ജില്ലകളിലെല്ലാം നിയമനം എങ്ങനെയാണ്? ഡിസ്ട്രിക്ട് വൈസ് നിയമനങ്ങൾ അവിടുത്തെ ഒഴിവനുസരിച്ചാണ് ഇതിന്റെ നിയമനങ്ങൾ നടക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആണ്. കഴിഞ്ഞ എക്സാമിന് ഇപ്പൊ LGS ആണെങ്കിലും LDC ആണെങ്കിലും ഏതൊരു എക്സാം ആണെങ്കിലും കഴിഞ്ഞ എക്സാമിന് ഓരോ ജില്ലയിൽ നിന്നും എത്ര നിയമനങ്ങൾ നടന്നു, ഓരോ ജില്ലയിലും എത്രയായിരുന്നു കട്ട് ഓഫ്, അതുപോലെ ഓരോ ജില്ലയിലും മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ. അതറിഞ്ഞിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ജില്ലയിൽ കൊടുക്കണമെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഏതൊക്കെ ജില്ലയിൽ എത്ര നിയമനം നടന്നു, എത്രയായിരുന്നു കട്ട് ഓഫ്, മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ LGS LDC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മിൻഡ് PSCയിൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ. അത്യാവശ്യം ഏകദേശം എല്ലാത്തിൻ്റെ എക്സാമിന്റെ സിലബസ് വലിയ വ്യത്യാസം വരുന്നില്ല അല്ലെ. നമ്മുടെ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഒക്കെ വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ LDCക്കും LGSനും ഒക്കെ എന്താണ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ 176 നിയമന നില ഇതുവരെ. LGSന്റെ നിയമന നില തിരുവനന്തപുരം ജില്ലയിൽ 176 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കട്ട് ഓഫ് വരുന്നത് 65.33 ആയിരുന്നു. കട്ട് ഓഫ് 65.33 ആണ്. അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 1094 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ LGSന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. അതുപോലെ കൊല്ലം ജില്ല പറയുമ്പോൾ 87 ആണ്. കട്ട് ഓഫ് എത്രയാണ്? നിയമന നില എത്രയാണ്? 87 ആണ് നിയമന നില. കൊല്ലം ജില്ലയിലെ നിയമന നില എത്രയാ? 87 ആണ്. കട്ട് ഓഫ് 70 മാർക്കാണ്. കട്ട് ഓഫ് 70 മാർക്കാണ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 634 പേരാണ് കൊല്ലം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പിന്നെ അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ ഇതുവരെയുള്ള നിയമന നില 85 ആണ്. ഇതുവരെയുള്ള നിയമന നില എത്രയാണ്? 85 നിയമന നില നടന്നിട്ടുണ്ട്. അതുപോലെ കട്ട് ഓഫ് 67.67 ആണ്. ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് 67.67 ആണ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 520 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആലപ്പുഴ ജില്ലയിൽ. അതുപോലെ കോട്ടയം ജില്ലയാണെങ്കിൽ 110 പേരുടെ അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ. കോട്ടയം ജില്ലയിൽ നിന്ന് 110 അഡ്വൈസ് പോയിട്ടുണ്ട്.
അല്ലെ കട്ട് ഓഫ് മാർക്ക് 57.33 ആണ് കട്ട് ഓഫ്. കോട്ടയം ജില്ലയിൽ 57.33 ആയിരുന്നു കട്ട് ഓഫ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് കോട്ടയം ജില്ലയിൽ 517 പേരാണ്. കോട്ടയം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 517 ആണ്. ഇനി അടുത്ത ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലെ നിയമന നില 144 നിയമനങ്ങളാണ് എറണാകുളം ജില്ലയിൽ നടന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കട്ട് ഓഫ്, എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് 68.33 ആയിരുന്നു. എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് 68.33 ആണ്. അതുപോലെ എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവര്? 793 പേരാണ്. എറണാകുളം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് 793 പേരാണ്. അടുത്തത് തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ലയിൽ നിയമന നില 137 നിയമനങ്ങളാണ് തൃശൂർ ജില്ലയിൽ നടന്നിരിക്കുന്നത്. അല്ലെ കട്ട് ഓഫ് മാർക്ക് തൃശൂർ ജില്ലയിൽ 64 മാർക്കായിരുന്നു തൃശൂർ ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് തൃശൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 687 പേരാണ് തൃശൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ നിയമന നില 90 നിയമനങ്ങളാണ് പാലക്കാട് ജില്ലയിൽ നടന്നിരിക്കുന്നത്. അല്ലെ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് 73.67 ആണ് പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 622 ആണ്. പാലക്കാട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 622 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ജില്ല നമുക്ക് നോക്കാം. ബാക്കി ജില്ലയുടെ അവസ്ഥ എന്താന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ നിയമന നില 135 അഡ്വൈസ് ആണ് മലപ്പുറം ജില്ലയിൽ പോയിട്ടുള്ളത്. അല്ലെ മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് 61.33 ആണ് മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ്. അല്ലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം മലപ്പുറം ജില്ലയിൽ 720 പേരാണ് മലപ്പുറം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ നിയമനം 98 നിയമനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നിരിക്കുന്നത്. പിന്നെ കട്ട് ഓഫ് എത്രയാണ്? കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് 73 മാർക്കായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് 73 ആണ്. അതുപോലെ അവിടെ മെയിൻ ലിസ്റ്റില് കോഴിക്കോട് ജില്ലയിലെ മെയിൻ ലിസ്റ്റില് 690 പേരാണ്. കോഴിക്കോട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 690 ആണ്. അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലെ നിയമന നില 61 നിയമനങ്ങളാണ് വയനാട് ജില്ലയിൽ നടന്നിരിക്കുന്നത്. അതുപോലെ കട്ട് ഓഫ് 68 ആണ്. 68 മാർക്കാണ് വയനാട് ജില്ലയിലെ കട്ട് ഓഫ് 68 ആണ്. അവിടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എത്രയാണ്? 344 പേരാണ് വയനാട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ നിയമനം എത്രയാണ്? 98 നിയമനങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ നടന്നിരിക്കുന്നത്. അല്ലെ കട്ട് ഓഫ് 59.33 ആണ്. കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് 59.33 ആണ്. അതുപോലെ കണ്ണൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 648 പേരാണ്. കണ്ണൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 648 പേരാണ്. അതുപോലെ കാസർഗോഡ് ജില്ലയാണെങ്കിൽ നിയമനം എത്രയാണ്? 54 നിയമനങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അതുപോലെ കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് 68 കട്ട് ഓഫ് ആണ്. കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് 68 ആണ്. അല്ലെ കാസർഗോഡ് ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവര് 398 പേരാണ്. കാസർഗോഡ് ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം 398 ആണ്. അടുത്തത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല പറയുമ്പോൾ എത്രയാണ് നിയമന നില? ഇടുക്കി ജില്ലയിൽ ഇതുവരെ 110 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഇടുക്കി ജില്ലയിലെ 49.67 ആണ് കട്ട് ഓഫ്. 49.67 ആണ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇടുക്കി ജില്ലയിൽ 446 പേരാണ് ഇടുക്കി ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ നിയമന നില 53 ആയിരുന്നു പത്തനംതിട്ടയിലെ നിയമന നില. അതുപോലെ കട്ട് ഓഫ് മാർക്ക് 52.67 ആണ്. പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് 52.67 ആണ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 403 ആണ് പത്തനംതിട്ട ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഓരോ ജില്ലയിലെ ഇതുവരെയുള്ള നിയമന നില, അതുപോലെ കട്ട് ഓഫ് മാർക്ക്, പിന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, എങ്ങനെയൊക്കെ കട്ട് ഓഫ് വരുന്നതെന്ന് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഓരോ വർഷവും കഴിയും തോറും PSC എന്ത് ചെയ്യുന്നു? PSCയുടെ എക്സാം പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ടഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കലും ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. എങ്കിൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏകദേശം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യാം പഠിച്ചു പോകാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ എല്ലാ ദിവസവും ഒരേപോലെ നടത്തണം അല്ലേ. എല്ലാ ദിവസവും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മിന്റ് PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ മിന്റ് PSC എക്സാമുകൾക്ക് ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് LDC, LGS, സെക്രട്ടേറിയറ്റ് OA അങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടൊക്കെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ LDC എക്സാമിനാണെങ്കിൽ LDC എക്സാമിനൊക്കെ വളരെ കുറച്ച് കോഴ്സ് ഫീ ഒക്കെ വളരെ കുറവാണ്. നമുക്ക് എല്ലാ ക്ലാസ്സുകളും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലൈവ് ക്ലാസ്സുകളാണ്. അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ലൈവ് കയറാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നമ്മളിവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ഫാക്കൽറ്റീസിനോടൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പഠന സംബന്ധമായ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഡൗൺ ആയിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മോട്ടിവേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിൽ എല്ലാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എങ്ങനെയാണ് PSC എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്